കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടുകൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് പ്രഭാതത്തിൽ തിരിക്കുകയാണ്. 125 സങ്കീർത്തനം അതിൻ്റെ 3-ാമത് വാക്യം. നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല. സ്തോത്രം. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഇവിടെ നിങ്ങൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചേ, ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല. എന്താ അതിൻ്റെ അർത്ഥം? നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുന്ന ചെങ്കോലുകളുണ്ട് അല്ലേ? സ്തോത്രം. നന്മയുടെ മേൽ, അനുഗ്രഹത്തിൻ്റെ മേൽ, വാഗ്ദത്തങ്ങളുടെ മേൽ, ശുശ്രൂഷകളുടെ മേൽ, ഭാവിയുടെ മേൽ, സമ്പത്തിൻ്റെ മേൽ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ മേൽ, അല്ല പൈശാചിക ശക്തിയോ അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ സ്വാധീനങ്ങളോ നമ്മുടെ മേൽ വെക്കപ്പെട്ടിരിക്കുന്ന ചില ചെങ്കോലുകളുണ്ട്. ചെങ്കോൽ എന്ന വാക്ക് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയുക, അത് രാജാവിൻ്റെ അധികാരത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലേ? സ്തോത്രം. അല്ലെങ്കിൽ രാജാവ് ഒരാളിനോട് അനുകൂലം ആണെന്ന് തെളിയിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ് ചെങ്കോല്, പൊൻചെങ്കോല് അല്ലേ? എസ്തറിന് അനുകൂലമായ അഹശ്വേരോശ് രാജാവ് ചെങ്കോല് നീട്ടിയ കാര്യം നമ്മൾ വായിച്ചിട്ടുണ്ട്. സ്തോത്രമല്ലേ? അപ്പൊ ചെങ്കോല് എന്ന് പറയുന്ന ഒരു രാജകീയ അധികാരത്തെ കാണിക്കുന്നതാണ്. ഇവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ദുഷ്ടന്മാരുടെ ചെങ്കോൽ. പ്രൈസലോ. അപ്പൊ ദുഷ്ടന് ശക്തിയുണ്ട്, അധികാരമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കും അല്ലേ? ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ മാനുഷികമായ നിലവാരത്തിൽ നമ്മൾ ജീവിക്കുന്നവരാണ്. ദൈവത്തെക്കാൾ കവിഞ്ഞ ഒരു ശക്തിയും ആർക്കുമില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, സ്തോത്ര, പിശാചിന് ശക്തിയുണ്ടല്ലേ? എന്നാൽ നമ്മുടെ ദൈവമാരാണ്, അവൻ സർവശക്തനായ ദൈവമാണ്. പലപ്പോഴും അവന് നമ്മളെ ഉടയ്ക്കാൻ കഴിയും, തകർക്കാൻ കഴിയും, മാനസികമായി വിഷമപ്പെടുത്തുവാൻ കഴിയും, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടത്തിവിടുവാൻ തക്കവണ്ണം കഴിയും. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഒരിക്കലും ഒരു കാരണവശാല പിശാചിന്റെ ഇഷ്ടമോ പിശാചിന്റെ പദ്ധതിയോ പിശാചിന്റെ പൂർണ്ണമായ താല്പര്യങ്ങളോ ദൈവ പൈതലിന്റെ മേൽ നടക്കുകയില്ല. സ്തോത്രം. പലപ്പോഴും എന്നെയും നിങ്ങളെയും ഉടച്ചു കളയുവാൻ ശത്രു മനുഷ്യൻ കച്ചകെട്ടി പുറപ്പെടുന്ന അല്ല കാര്യങ്ങളുണ്ടല്ലേ? സ്തോത്രം. ഏതെങ്കിലും വിധത്തിൽ നിന്നെ തകർത്തേ അടങ്ങത്തുള്ളൂ, ഏതെങ്കിലും വിധത്തിൽ നിന്നെ മുടിച്ചേ അടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരാം. പക്ഷെ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കുകയില്ല. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. ഇന്ന് ജീവിതത്തിന്റെ മേൽ, സ്തോത്രം, ഇല്ലെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്നതിന് തൊട്ട് മുൻപ് വരെ നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭാവിയുടെ മേൽ, നിന്റെ ശുശ്രൂഷയുടെ മേൽ, നിന്റെ അഭിഷേകത്തിന്റെ മേൽ, നിന്റെ അധികാരത്തിന്റെ മേൽ, നിന്റെ സ്തോത്രമേൽ, ജോലി സംബന്ധമായ മേഖലകൾക്കകത്ത്, കുടുംബജീവിതത്തിൽ, ആരോഗ്യപരമായ വിഷയങ്ങളിൽ, സഭാതലത്തിൽ, സ്തോത്രമല്ലേലൂയ, ഏതെല്ലാം മേഖലകളിലാണോ നിന്റെ അവകാശമുള്ളത്, ഈ അവകാശങ്ങൾ സ്വതന്ത്രമായി നിനക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ ദുഷ്ടൻ അതിൻ്റെ പുറത്ത് ചെങ്കോൽ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പ്രവചനാത്മാവിൽ വിളിച്ചു പറയട്ടെ, ആ ചെങ്കോല് നിന്റെ ജീവിതത്തിൽ നിന്ന് അത് മാറിപ്പോകാൻ പോകുകയാണ്. എത്ര പേർ അത് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പ്രഭാതത്തിൽ ഞാനിത് പറയുമ്പോൾ ആ വിടുതൽ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുന്ന പകലായി മാറുന്നു. അത് സ്തോത്രം. ഞാൻ വിശ്വാസത്താലും ദൈവകൃപയാലും ആത്മനിറവോടുകൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ചില ചെങ്കോലുകൾ നിന്നെ വിട്ട് മാറുകയാണ്. നിന്റെ ഭാവിയെ വിട്ട്, നിന്റെ ശുശ്രൂഷയെ വിട്ട്, നിന്റെ സമ്പത്തിനെ വിട്ട്, നിന്റെ സഭാതലത്തെ വിട്ട്, നിന്റെ മുന്നോട്ടുള്ള ആഗമനത്തെ വിട്ട് മാറ്റുന്ന ഒരു ദൈവകൃപയുടെ ശക്തി ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. ഒരു ചെങ്കോലുകളെയും കണ്ട് നമ്മൾ ഭയപ്പെടേണ്ടിയ ആവശ്യമില്ല. ഒരു ഭാരം, ഒരു വേദന, ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഭാരപ്പെടേണ്ടിയ ആവശ്യമില്ല. കാരണം നമ്മൾ വഹിക്കുന്ന, നമ്മൾ ചുമക്കുന്ന നാമം ആ ലോകത്തിലെ ഏറ്റവും വലിയ നാമത്തെയാണ് അല്ലേ? സ്തോത്രം. അതുകൊണ്ട് ഭാരപ്പെട്ടു പോകാതെ പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ, സ്തോത്രം, വിടുതലുകൾക്കായി, വാഗ്ദത്തങ്ങൾക്കായി, ദൈവപ്രവർത്തികൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അത് ജീവിതത്തിന്റെ മേൽ പിശാചിനാൽ, മനുഷ്യനാൽ, ദുഷ്ടന്മാരാൽ ദുഃഖം വയ്ക്കപ്പെട്ട മേഖലകൾക്കകത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവിന്റെ കരം ഇന്ന് പകൽ വെളിപ്പെട്ടു വരേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശക്തി ഞങ്ങളുടെ നടുവിൽ ചലിക്കണമേ കർത്താവ്. എല്ലാ ദുഃഖങ്ങളും, എല്ലാ ചെങ്കോലുകളും, എല്ലാ അവകാശത്തിന്മേലിരിക്കുന്ന എല്ലാ ചെങ്കോലുകളും ഇന്ന് പ്രഭാതത്തിൽ മാറിപ്പോകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ചിലരുടെ ഭാവി തലങ്ങൾ സ്വതന്ത്രമാകട്ടെ, ചില സാമ്പത്തിക മേഖലകൾ സ്വതന്ത്രമാകട്ടെ, ചിലരുടെ ശുശ്രൂഷാ മണ്ഡലങ്ങൾ സ്വതന്ത്രമാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.